ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഉച്ചയൂണിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെല്ലാം നോക്കാം. പുളിശ്ശേരി, കുത്തിയരി ചോറ്, നത്തൽ ഫ്രൈ, ക്യാബേജ് തോരൻ, അച്ചാർ. ഇനി ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം പുളിശ്ശേരി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്ക കുക്കറിലേക്ക് ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് 2 വിസിലടുപ്പിച്ചിട്ട് നമുക്കാദ്യം പുളിശ്ശേരി ആക്കുന്നത് എങ്ങനെ നോക്കാം. വെള്ളരിക്ക ഉപ്പും മുളകും ചേർത്ത് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. 2 വിസിലടിക്കുമ്പോൾ ഓഫാക്കിക്കും. അപ്പോഴത്തേക്ക് ഇത് അരച്ചെടുക്കാം. വെള്ളരിക്ക വെന്ത് വരുമ്പോഴത്തേക്കും തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഈ അരക്കുമ്പോൾ തന്നെ തൈര് ചേർക്കുന്നുണ്ട്. ചിലർ ചേർക്കലില്ല, തിളച്ച് വരുമ്പോൾ തൈര് ചേർക്കുന്നവരുണ്ട്. ഞാൻ അരക്കുമ്പോൾ തന്നെ തൈര് ചേർക്കും. ഇത് അരച്ചെടുക്കാം. ഇതാ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ച് വെച്ച വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതാ അരപ്പെല്ലാം ചേർത്തു. എന്നിത് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ ഇറക്കി വെക്കണം. പുളിശ്ശേരി തിളച്ചു വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് കടുക് വറുത്തിടണം. ചട്ടി എടുത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്തു. ഉലുവയും കുറച്ച് കറിവേപ്പിലയും ചേർത്തു. പുറത്ത് നല്ല മഴയാണ്, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. കടുകെല്ലാം പുളിശ്ശേരിയിൽ ചേർത്ത് കൊടുത്തു. ഉലുവ പുളിശ്ശേരി ചേർത്ത് നല്ലൊരു മണമാണെന്നുണ്ടാകുന്നത്. ഇനി അടച്ചു വെക്കാം. എന്നിട്ട് അടുത്ത പരിപാടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ ക്യാബേജ് വറവുണ്ടാക്കണം. ചോറ് അടുപ്പത്ത് വെച്ച് തിളക്കുന്നുണ്ട്. ഇത് ഞാൻ കുക്കറിൽ 2 വിസിലിട്ട് വേവിച്ചിട്ട് ഇതിൽ വെച്ച് തിളപ്പിച്ചിട്ട് വാർക്കുന്നതാണ് കുത്തിയരി ചോറ്. ക്യാബേജ് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ നത്തൽ ഫ്രൈ ആക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കാം. നമ്മളെ നാട്ടിൽ ഇതിനെ പറയുന്ന നത്തലെന്ന്, ഇതിനെ കൊഴുവാന്നെല്ലാം പറയില്ലേ, നമ്മൾ പറയുന്ന നത്തൽ എന്നാണ്. അപ്പോൾ ഇതിന് വേണ്ട മസാലയെല്ലാം ചേർത്ത് വെക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി കുമ്മിട്ടിപ്പൊടിയും സാധാരണ മുളക് പൊടി മിക്സ് ആക്കിയിട്ടുള്ള പൊടിയാണ്. ഞാൻ അങ്ങനത്തെ മുളക് പൊടി തന്നെ വാങ്ങിയതാണ്. പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. എന്താ മീനെല്ലാം റെഡിയാക്കി വെച്ചു, മസാലയെല്ലാം ചേർത്തിട്ട് റെഡിയാക്കി വെച്ചു. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-20 മിനിറ്റ് സമയം മാറ്റി വെക്കും. ക്യാബേജ് എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാബേജ്, പച്ചമുളക്, ഉള്ളി, തേങ്ങ, ഉപ്പ്, മഞ്ഞൾ എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കും. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കണം. ഇതാ ക്യാബേജിലിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ, വെള്ളമൊന്നും ഒഴിക്കൂല, ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കും. അപ്പം നമ്മളെ ക്യാബേജിയുടെ വേവിട്ട് ഇതാ നമ്മളെ ക്യാബേജ് വറവ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നായി. ഇതാ അരമണിക്കൂർ കഴിഞ്ഞു.
മീൻ സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ മീനെടുത്ത് എണ്ണയിലിട്ടു ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നത്തോലി ഫ്രൈ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിപ്പൊടി ഇട്ടും കൊണ്ട് നല്ല ക്രിസ്പി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഉച്ചയൂണെല്ലാം റെഡി ആയിട്ടുണ്ട്. കുത്തിയരി ചോറ്, നത്തൽ ഫ്രൈ, ക്യാബേജ് വറവ്, അച്ചാറ്, വെള്ളരിക്ക പുളിശ്ശേരി. ഇതാണ് നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ അമ്പാടി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.